ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. ആരതി ഡ്രഗ്സ് റിലേറ്റഡ് പ്രധാനമായും രണ്ട് ക്വയറികളാണുള്ളത്. ഒന്ന്, ആരതി ഡ്രഗ്സിൻ്റെ ബോണസ് ഷെയർ എന്തുകൊണ്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ ഇതുവരെയും ക്രെഡിറ്റ് ആകുന്നില്ല. രണ്ടാമത്തേത്, ആരതി ഡ്രഗ്സ് സ്റ്റോപ്പ് കണ്ടിന്യൂസ് അപ്പർ സർക്യൂട്ടിലാണ്, എന്നിരുന്നാലും സ്റ്റോക്കിലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്തുകൊണ്ടാണ് ലോസിൽ ആയത്. ഇതിൻ്റെ പിന്നിലെ റീസണാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി വെൽത്തി ലൈഫ് ഇന്ന് ചെയ്ത പ്രധാനപ്പെട്ട വീഡിയോസ് നോക്കുകയാണെങ്കിൽ, ഒന്ന്, ടി സി എസിലെ ബൈബാക്ക് എങ്ങനെയായിരിക്കും, അതോടൊപ്പം തന്നെ ബൈബാക്ക് സ്ട്രാറ്റജിയെക്കുറിച്ചും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പി എസ് യു സ്റ്റോക്കുകൾ ബെസ്റ്റ് ബൈയിങ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഈ പി എസ് യു സ്റ്റോക്കുകൾ ഉപയോഗിച്ച് നമ്മൾക്ക് എങ്ങനെ ഒരു ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയും, അതോടൊപ്പം തന്നെ മൊറട്ടോറിയം റിലേറ്റഡ് ഏതൊക്കെ ബാങ്കിങ് സ്റ്റോക്കുകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയുമാണ് വെൽത്തി ലൈഫ് പ്രധാനമായും ചെയ്ത വീഡിയോകൾ. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലും ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിൾ ആണ്. ആരതി ഡ്രഗ്സ് ഇപ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ കാണിക്കുന്ന ലോസ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആരതി ഡ്രഗ്സിൻ്റെ കറണ്ട് പ്രൈസ്, അതായത് 892 രൂപ നിരക്കിൽ നമ്മൾ വാങ്ങിയ പ്രീവിയസ് ഷെയറുകളുടെ എണ്ണത്തെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടുള്ള ലോസ് ആണ് കാണിക്കുന്നത്. ഇതിൽ ബോണസ് ഷെയർ ഇൻക്ലൂഡ് ആയിട്ടില്ല. ബോണസ് ഷെയർ 1:3 എന്ന റേഷ്യോയിൽ ബോണസ് ഷെയർ ഇൻക്ലൂഡ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾക്ക് അത് പ്രോഫിറ്റിലാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഈ ലോസിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, ആരതി ഡ്രഗ്സിൽ ഇതുവരെയും ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ആവാത്തത് എന്നാണ്. അതിനുള്ള കാരണം, നമ്മൾക്കറിയാം 1 ഒക്ടോബർ 2020 ആയിരുന്നു ഈ സ്റ്റോക്കിൻ്റെ റെക്കോർഡിംഗ് ഡേറ്റ്. അതിനുശേഷം 2 ഒക്ടോബർ, 3 ഒക്ടോബർ, 4 ഒക്ടോബർ ഹോളിഡേയ്സ് ആയിരുന്നു. അതിനുശേഷം വരുന്ന വർക്കിംഗ് ഡേ 5 ഒക്ടോബർ 2020 ആണ്. 5 ഒക്ടോബർ 2020 ആരതി ഡ്രഗ്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയറിനെ കുറിച്ചും അലോട്ട്മെൻറ്റ് ഓഫ് ഷെയറിൻ്റെ ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ചും ഉള്ളൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. ആ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കമ്പനിയുടെ ബോർഡ് 1:3 എന്ന് പറയുന്ന അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസിനെ അപ്രൂവൽ ചെയ്തു. അതിനുശേഷം റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 1 ഒക്ടോബർ 2020 ആണ്. ഈ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് വഴി കമ്പനിയുടെ ബോണസ് ഷെയർ അലോട്ട് ചെയ്യുന്നതിന് മുമ്പേ എക്സിസ്റ്റിംഗ് ഷെയർ ആയിട്ട് 2,33,00,000 ഷെയറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 9,32,00,000 ഷെയറുകളായി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത് ആഫ്റ്റർ ബോണസ് ഷെയർ അലോട്ട്മെൻറ്റ്. ഇനി അലോട്ട്മെൻറ്റ് ചെയ്ത ഷെയറുകൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാവുന്നതിനുള്ള ഡേറ്റ് ആയിട്ട് കമ്പനി നൽകിയിരിക്കുന്നത് 16 ഒക്ടോബർ 2020 ആണ്. ആൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവരാരും ഇതിൽ പാനിക് ആവാറില്ല. കാരണം നമ്മൾക്കെല്ലാവർക്കും അറിയാം, CSDLൻ്റെയും സെബിയുടെയും റൂൾസ് അനുസരിച്ച് ബോണസ് ഷെയർ അലോട്ട്മെൻറ്റിന് റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞിട്ട് 15 ദിവസത്തേക്കുള്ള വിൻഡോ ആൾറെഡി ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ഇതിൽ ബോണസ് ഷെയറിൻ്റെ അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ച് പാനിക് ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. കൂടാതെ അത് ഫർദർ ആരതി ഡ്രഗ്സ് അവരുടെ സർക്കുലർ വഴി ക്ലാരിഫൈ ചെയ്തിരിക്കുകയുമാണ്. നോർമലി ഡിവിഡൻഡ്, ബോണസ് ഷെയർ എന്നിവ പ്രോസസ്സ് ആവാൻ അധികം സമയം എടുക്കാറില്ല. കാരണം നമ്മൾക്കറിയാം, CAMS കണക്കുള്ള ട്രാൻസ്ഫർ ഏജൻറ്റുകളാണ് ഈ ജോലി ചെയ്യുന്നത്. അവർ ഓട്ടോമേഷൻ്റെ സമയമായതുകൊണ്ട് വളരെ പെട്ടെന്നാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ സംഹൗ ആക്ടിവിറ്റീസ് ഡിലേ ആയിരിക്കുകയാണ്. ആക്ടിവിറ്റി ഡിലേ ആയതുകൊണ്ട് ആരതി ഡ്രഗ്സ് തന്നെ അതിൻ്റെ ഒരു സർക്കുലർ സെബിക്കും അതോടൊപ്പം തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇഷ്യൂ ചെയ്തിട്ടുമുണ്ട്. ആ സർക്കുലറിൻ്റെ PDF കോപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതും പരിശോധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.